രാഷ്ട്രീയമായും അല്ലാതെയും ഇന്ന് വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വയനാട് DCC ട്രഷററുടെയും മകന്റെയും മരണം. വിശദ അന്വേഷണത്തിന് ഉത്തരമേഖല DIG നിർദ്ദേശം നൽകിയിരിക്കുകയാണിപ്പോൾ. പണമിടപാട് സംബന്ധിച്ചും ആത്മഹത്യയ്ക്ക് പ്രേരകമായ എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യുവാനും DIG നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് കാണാം. വയനാട് DCC ട്രഷറിനെ ഇടനിലക്കാരനാക്കി കോൺഗ്രസ് നേതാവ് IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള കേസിൽ അന്വേഷണത്തിന് DIG രാജ്പാൽ മീണ നിർദ്ദേശം നൽകി. സംഭവം സംബന്ധിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദാന്വേഷണം നടത്താനാണ് ഉത്തരവ്. ബത്തേരി DYSPക്കാണ് അന്വേഷണ ചുമതല. പ്രത്യേക അന്വേഷണ സംഘത്തിൽ 7 പേരുണ്ടാകും. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പണമിടപാട് പോലീസ് അന്വേഷിക്കും. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ബത്തേരി അർബൻ ബാങ്ക് നിയമന അഴിമതിയുമായി ആത്മഹത്യയ്ക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തിലാണ് പരിശോധന നടക്കുക. സംഭവത്തിൽ IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേതാവ് കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് CPM-ന് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. പുറത്തുവന്ന രേഖകളുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി നൽകുന്നു. പോലീസ് അന്വേഷിക്കട്ടെ. ആ വ്യാജരേഖ പീറ്റർ ഞാനുമായിട്ട് ഇതുവരെ ബന്ധപ്പെടാത്ത യാതൊരു ബന്ധവും പങ്കും ഇല്ലാത്ത എൻ്റെ പേരെ മെൻഷൻ ചെയ്തു. അത് ഈ രാജ്യത്തൊട്ടാകെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുപോയി. ഒരു അന്വേഷണം നടത്തിക്കുന്നതിന്റെ ആവശ്യമില്ല. NM വിജയൻ ഇടനിലക്കാരനായി പണം വാങ്ങിയെന്ന രേഖകൾ പോലീസ് പരിശോധിക്കും. കരാർ ഉടമ്പടിയിൽ പേരുള്ളവരെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം ജോലി ലഭിച്ചില്ലെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്ന വ്യവസ്ഥ നേതാക്കൾ പാലിക്കാത്തതിനെതിരെ NM വിജയൻ നൽകിയ പരാതികളും പുറത്തുവന്നിട്ടുണ്ട്. നേതാക്കൾ പണം വാങ്ങി കൈയൊഴിഞ്ഞതോടെ നിസ്സഹായാവസ്ഥയിലെത്തിയ NM വിജയൻ മകനും വിഷം നൽകി മരിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. കത്തുകളിലും കരാർ ഉടമ്പടികളിലും പേരുള്ള IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM തിങ്കളാഴ്ച MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, വയനാട്.